അപ്പൊ ഈ കാണുന്ന മെഷീൻ അതായത് 5 പശുവിനെ കറക്കാനുള്ള എത്ര രൂപ വരുന്നുണ്ട്? ഇത് 26 രൂപ. ഹായ് ബ്രോ, നമസ്കാരം. നമസ്കാരം. ഇപ്പൊ സാധാരണക്കാരായ ഒരു ക്ഷീര കർഷകന് ഇപ്പൊ 5 പശുവൊക്കെ ഉള്ളൂ, 6 പശുവൊക്കെ ഉള്ളൂ, അങ്ങനത്തെ ഉള്ള ഒരാൾക്ക് പറ്റിയ ഒരു കറ മെഷീൻ അതാണ് ഈ മെഷീൻ. നമുക്ക് 3/4 HP വരുന്നത് 5 പശു വരെ കറക്കാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള മെഷീനാണത്. പിന്നെ വാക്കിംഗ് ടാങ്ക് 18 ലിറ്ററിന്റെ 18 ലിറ്റർ, പിന്നെ 25 ലിറ്റർ മിൽക്കിംഗ് ബക്കറ്റ്. പൾസ് ലേറ്ററിലുള്ളതുകൊണ്ട് കുട്ടി കുടിക്കുന്ന ഒരു NRV വാൽവും കൊടുക്കുന്നുണ്ട്. NRV വാൽവിന്റെ ഉപയോഗം നമുക്ക് ബക്കറ്റ് നിറഞ്ഞ് ഓവർഫ്ലോ ആകത്തില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ ഗ്യാരണ്ടി വാറണ്ടി ഒക്കെ 1 ഇയർ റീപ്ലേസ്മെന്റ്. മോട്ടറും വാക്യൂം ടാങ്കും അല്ലേ? ഈ കാണുന്ന വാക്യൂം ടാങ്ക് ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കമ്പനിയുടെ നെയിം ഒന്ന് പറയാമോ? SB ഡയറി എക്യുപ്മെന്റ്സ്. ഓക്കെ, SB ഡയറി എക്യുപ്മെന്റ്സ്. നമ്മുടെ ലോക്കൽ പ്ലേസിൽ വരുന്ന കൊഴിഞ്ഞാമ്പാറ. ബ്രോ, അപ്പൊ ഇനി അടുത്തത് കാണിക്കാനുള്ളത് 10 പശുക്കളുടെ അല്ലേ? അതെ, 10 പശുക്കളുടെ. അപ്പൊ ഈ ഒരു വാക്യൂം ടാങ്ക് എത്ര കപ്പാസിറ്റി വരുന്നുണ്ട്? ഇത് നമുക്ക് ഏകദേശം 20 ലിറ്ററിന്റെ അടുത്ത് വരും. ഓക്കെ, 20 ലിറ്ററിന്റെ അടുത്തൊരു ഇതിനുള്ള ബ്രാസ് വാൽവ് ഉണ്ട്. ഓക്കെ, ഡ്രെയിൻ വാൽവ് ഉണ്ട്. ഇത് എത്ര? ഇത് 1 HP നമുക്ക് 10 പശു വരെ കറക്കാൻ പറ്റും. ഓക്കെ, 10 പശു അല്ലേ? 10 പശു വരെ കറക്കാൻ പറ്റും. 10 പശു വരെ കറക്കാവുന്ന 1 HP മോട്ടർ. അതിലൂടെ SS-ന്റെ 25 ലിറ്റർ മിൽക്കിംഗ് ബക്കറ്റ് ട്രാൻസ്പെറന്റ് ക്ലോ ആണ് വരുന്നത്. ശരി, അപ്പൊ അടുത്ത മൂന്നാമത്തെ മെഷീൻ നമ്മൾ കാണാൻ പോണ ഈ ഒരു മെഷീന്റെ പ്രത്യേകത എന്താ ബ്രോ? ഇത് ഏകദേശം നമുക്കൊരു 15 പശു വരെ കറക്കാൻ പറ്റും. 15 പശുവിന് വരെ കറക്കാവുന്ന ഈ ഒരു മോട്ടറിൽ എത്ര? 1.5 HP. 1.5 HP ഹെവി സാധനം. അതെ, ഈ മോട്ടർ മാത്രം 22 കിലോ വെയിറ്റ് വരും. 22 കിലോ വെയിറ്റ് വരുന്ന ഒരു മോട്ടർ വിത്ത് ഓയിൽ പമ്പ്. മോട്ടർ വിത്ത് ഓയിൽ പമ്പ് അല്ലേ? ശരി, പ്രത്യേകിച്ച് ഒരു സ്വിച്ച് വരുന്നുണ്ട്. ഓൺ ഓഫ് സ്വിച്ച് അതിലൊന്ന് കൊടുത്തിരിക്കുന്നത് മാത്രം. ഓക്കെ, ഓൺ ഓഫ് സ്വിച്ച് മാത്രം. അതായത് അവിടെ ഓൺ ആക്കിയാലും ഇവിടെ പിന്നെ ഒന്നുകൂടി ഓൺ ആക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു കൺട്രോൾ. അതെ, കൺട്രോൾ. പിന്നെ നമ്മുടെ എന്താ പറയുക, 20 ലിറ്ററിന്റെ തോന്നുന്നു ഉണ്ടാക്കല്ലേ? ശരി, അപ്പൊ 15 പശു ആയിരിക്കില്ല എനിക്ക് തോന്നുന്നു. അല്ലല്ലോ, കുറച്ച് കൂടുതൽ കറക്കാൻ പറ്റും. നമ്മൾ എക്സാക്ട് അളവ് പറയില്ല, നമുക്ക് മാക്സിമം കുറച്ച് പറയാം. ഓക്കെ, 15 നമ്മൾ പറയുന്നു. ഞാൻ ചോദിച്ചിട്ട് ഈ ഒരു മെഷീന് എന്താ റേറ്റ് വരുന്നത്? റേറ്റ് വന്ന് 37,500. മെഷീന്റെ വെയിറ്റ് വന്ന് ഏകദേശം നമുക്ക് ഒരു 50-55 കിലോ വെയിറ്റ് വരും. അതേപോലെ കൊറിയർ ചാർജ് ഇത്ര വെയിറ്റ് ആയതുകൊണ്ട് മാത്രം 50-50. ഡയറക്റ്റ് വന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കും. അപ്പൊ ബ്രോ, ഇനി അടുത്തത് നമ്മൾ കാണാൻ വന്നത് ഇപ്പൊ ഒരുപാട് മെഷീൻ ഉണ്ടല്ലോ, അതും വലിയ ഹെവി ഒക്കെയാണല്ലോ. അതായത് നമുക്ക് കറണ്ട് പ്രശ്നമുള്ളവിടെ എങ്ങനെയൊക്കെ സോൾവ് ചെയ്യാം, അങ്ങനെയൊക്കെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സെറ്റപ്പാണ്. ഇതെന്താ സംഭവം ചോദിച്ചാൽ, നമുക്ക് ഈ മെഷീനിൽ കറന്ന് കഴിഞ്ഞാൽ ഈ കൈ കറക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ കറണ്ട് ഇല്ലാത്ത ടൈമിൽ ഒരുപാട് ബുദ്ധിമുട്ടാകും. അതെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പറ്റിയ മെഷീനാണ്. അപ്പൊ ഈ ഒരു കറവേന്ദ്രം വെച്ച് എത്ര പശുവിനെ കറക്കാം? ഇത് 10 പശുവിനെ കറക്കാൻ പറ്റുന്ന മെഷീൻ. 10 പശുവിനെ 1 HP മോട്ടർ ആണല്ലേ? അതെ, നമുക്ക് ഈ കിസാൻ ക്രാഫ്റ്റിന്റെ ഇഞ്ചിനേറ്ററാണ് നമുക്ക് കൊടുക്കുന്നത്. അതായത് പെട്രോൾ എഞ്ചിൻ 7 HP പെട്രോൾ എഞ്ചിൻ വെച്ചാൽ കൊടുക്കുന്നത്. ഓക്കെ, ഇതിപ്പോ നമുക്ക് ഈ പെട്രോൾ എഞ്ചിൻ വെച്ച് കൊടുക്കുന്നു. ഇപ്പൊ ഇത് കറണ്ട് പോയാൽ നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ആക്കാൻ പറ്റുന്ന എഞ്ചിനാണിത്. ഓക്കെ, ഇത് ഇപ്പൊ ഈ എഞ്ചിന് വേണ്ട, നമുക്ക് കുറച്ച് വില കുറവിൽ എഞ്ചിന് വേണമെങ്കിൽ ആ എഞ്ചിന് ഇട്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് അത്ര ഗ്യാരണ്ടി ഇല്ലാത്ത എഞ്ചിന് അതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു എമർജൻസിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും. അതെ, നമുക്ക് ഒരുപാട് ലൈഫ് ഒന്നും നിൽക്കണ്ട. മെയിൻലി എന്താണ് പ്രൈസ് ഇഷ്യൂ ഉള്ളവർക്ക് എഞ്ചിൻ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. എഞ്ചിൻ ചേഞ്ച് ചെയ്ത് വേറെ ചെറിയ എഞ്ചിൻ, വേറെ വില കുറവിലുള്ള എഞ്ചിന് മാർക്കറ്റിൽ ഇഷ്ടം പോലെ ഉണ്ട്. ആ എഞ്ചിന് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇത് 1 HP ആണ്. 1 HP. പിന്നെ അത് 20 ലിറ്ററിന്റെ വാക്വം ടാങ്ക്, പിന്നെ ബ്രാസ് വാൽവ് ഒക്കെ ഉണ്ട് അല്ലെ? ബ്രാസ് വാൽവും കയ്യിലൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ 25 ലിറ്ററിന്റെ SS മിൽക്കിംഗ് ബക്കറ്റ്. പിന്നെ ഈ കാണുന്ന സംഭവം എന്തത്? ഈ പെട്രോൾ എഞ്ചിൻ വേണ്ട, പെട്രോൾ എഞ്ചിൻ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇതിന്റെ കൂടെ കറണ്ട് വേണമെങ്കിൽ ജനറേറ്റർ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ നമുക്ക് ലൈറ്റ്, ഫാന്, അത്യാവശ്യം പ്രഷർ പമ്പ്, ഇതെല്ലാം വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അങ്ങനത്തെ. ശരി, വിത്ത് സെൽഫ് സ്റ്റാർട്ട്. വിത്ത് സെൽഫ് സ്റ്റാർട്ട് ആണല്ലോ. ശരി, അടിപൊളിയാണല്ലോ. ഇതും പെട്രോൾ അല്ലേ ഓടുന്നത്? ഇതും പെട്രോളിലാണ് ഓടുന്നത്. നമുക്കിപ്പോ 1 ലിറ്റർ പെട്രോളൊക്കെ അടിച്ച് നമുക്ക് എത്ര മണിക്കൂർ ഉപയോഗിക്കാം? ഇത് ഏകദേശം ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ കൊടുക്കും. എങ്ങനെ ഉപയോഗം അതിനനുസരിച്ച്. ഫുൾ ലോഡ് കൊടുത്താൽ അതിനനുസരിച്ച് പോലെ, ഈ ചെറിയ ലോഡ് അനുസരിച്ച്. അതായത് കറവേന്ദ്രം മാത്രം ഉപയോഗിക്കുന്നുള്ളെങ്കിൽ കുറച്ച്. അപ്പൊ ഈ കാണുന്ന വലിയ മെഷീൻ, ഇതെന്താ സംഭവം? ഇത്ര വലിയ കറ മെഷീനോ? അതെ, നമുക്ക് ഒരേ സമയം 2 പശുവിനെ കറക്കാൻ പറ്റുന്ന മെഷീനാണ്. ഒരേ സമയം 2 ബക്കറ്റ്, അതായത് 50 ലിറ്ററിന്റെ ബക്കറ്റ് ഉപയോഗിക്കാവുന്ന മോട്ടർ. 2 HP മോട്ടർ. ഓക്കെ, 2 HP മോട്ടർ. നമുക്ക് ഒരു 550 LP വരുന്ന പമ്പ്. പിന്നെ 7 HP കിസാൻ ക്രാഫ്റ്റ് എഞ്ചിൻ, കറണ്ട് പോയാലും ഉപയോഗിക്കാൻ പറ്റുന്ന പോലെ. അതായത് ഇലക്ട്രിസിറ്റി ഇഷ്യൂ ഒന്നും യാതൊരു പ്രശ്നമേ ആവില്ല. ശരിക്കും കർഷകന് പ്രയോജനപ്പെടും. അതെ, പിന്നെ നമുക്ക് അതാണ് വെയിറ്റ്. നമുക്ക് ഏകദേശം 115 കിലോ വെയിറ്റ് ഉണ്ട്. ശരി, അപ്പൊ ഈ കാണുന്ന മെഷീൻ എന്ത് റേറ്റ് വരും? ഇത് 72,500 വരും. ഏകദേശം 1 ലിറ്ററിന് 1.5-2 മണിക്കൂർ ഓടും. 1-2 മണിക്കൂർ ഉണ്ടെങ്കിൽ കഴിയും. അപ്പൊ 1 ലിറ്റർ പെട്രോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 40 പശുവിനെ സിംഗിൾ കറക്കാം. അപ്പൊ ഈ കാണുന്നത് നല്ലൊരു ട്രോളി കറവേന്ദ്രം അല്ലെ? അതെ, ട്രോളി കറവേന്ദ്രത്തിന് എന്ത് റേറ്റ് വരും? ഇത് 26 രൂപ. 5 പശു വരെ കറക്കാൻ പറ്റും. 3/4 HP മോട്ടർ. ഓക്കെ, 3/4 HP 26,000 രൂപ. മാത്രമല്ല 5 പശുവിനെ കറക്കാം. 25 ലിറ്റർ SS-ന്റെ ബക്കറ്റ്. പിന്നെ ഈ കാണുന്ന വാക്യൂം ടാങ്ക്
18 ലിറ്ററിന്റെ അടുത്ത് വരും. അടിപൊളി വാക്വം ടാങ്കും എല്ലാ കാര്യങ്ങളും. പിന്നെ മാത്രമല്ല ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ശരിക്കും ആ ഒരു ഗുണം ഒന്ന് പറഞ്ഞു. ഗുണം നമുക്ക് വയസ്സായവർക്ക് തള്ളി കൊണ്ടുപോയി കറക്കണം, പൈപ്പ് ലൈൻ ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ ഓക്കെ, അങ്ങനല്ലേ. ഈ ബക്കറ്റ് തൂക്കി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ആ ശരി ശരി. ആ അതായത് ഇതിപ്പോ മൊത്തത്തിൽ ആ സെറ്റ് ഉൾപ്പെടെ അങ്ങോട്ട് തള്ളിക്കൊണ്ടടുത്തേക്ക് പോകും. അതെ അതെ അതെ. എന്താ പറയുക, ഇതൊരു കർഷകൻ തന്ന ഇതാണ്. നമുക്ക് അതുപോലെ വേണം, എനിക്ക് ട്രോളി വേണം പറഞ്ഞാൽ അത് അങ്ങനെ മോഡലാക്കിയതാ. ഈ കാണുന്ന മോട്ടർ അല്ല, ഇച്ചിരി വലിയൊരു മോട്ടർ. നമുക്ക് ഇതിൽ മോട്ടർ മാത്രം അപ്ഡേറ്റ് ചെയ്തിട്ട് പോവാം. 10 പശു 15 പശുവിന്റെ മോട്ടർ മാത്രം അപ്ഡേറ്റ് ചെയ്തിട്ട് പോകും. അതിനനുസരിച്ച് പോലെ കോസ്റ്റ് മാത്രം കുറച്ച് കൂടിക്കൊണ്ട് വരും. വീല് ബെയറിംഗ് വീൽസ് ആണ്. ഒരു വീലിൽ തന്നെ 2 ബെയറിംഗ് വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് റൊട്ടേറ്റിംഗ് വീൽ കൊടുക്കുന്നുണ്ട്. ഓ അങ്ങനെ. അപ്പൊ അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും തിരിയും. ഫാമിന്റെ റബ്ബർ മാറ്റും ഇല്ലെങ്കിൽ ഫ്ലോറിംഗ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, അതൊക്കെ ഈസി ആയിരിക്കും. ശരി. ഇപ്പൊ നമ്മുടെ ഈ കറവേന്ദ്രത്തിന്റെ ഈ ഒരു വീഡിയോ കണ്ടുവരുന്ന നമ്മുടെ എടപ്പറമ്പിൽ ഫാംസിന്റെ കസ്റ്റമേഴ്സിന് നിങ്ങൾ എന്ത് ചെയ്തു കൊടുക്കും? ഉറപ്പായും ഇവിടെ വന്ന് എടുക്കുന്നവർക്ക് മാക്സിമം ചെയ്തു കൊടുക്കും. അതായത് കൊറിയർ അല്ല, കൊറിയർ അല്ലാതെ ഡയറക്റ്റ് വന്ന് എടുക്കുന്നവർക്ക്, ഡയറക്റ്റ് കൊറിയർ കയറ്റുന്നവർക്ക് നമുക്ക് 50-50 ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ കൊറിയർ ചാർജ് എന്ത് ബില്ല് വരുന്നോ അതിന്റെ പകുതി അതിന്റെ പകുതി അല്ലേ. അപ്പൊ എത്ര വലിയ മെഷീൻ ആണെങ്കിലും അത് കൊറിയർ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതിപ്പോ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും പലതരത്തിൽ അവർക്ക് എങ്ങനെ ആവശ്യം അതുപോലെ ചെയ്ത് കൊടുക്കും അല്ലേ. നമ്മൾ ഇവിടുത്തെ മാനുഫാക്ചറിംഗ് ആണ്, നമ്മൾ ഇവിടെ തന്നെ ചെയ്യണം. അപ്പൊ എന്ത് രീതിയിൽ നമുക്ക് ഫാബ്രിക്കേഷന്റെ എല്ലാ ടൂൾസും ഉണ്ട് ഇവിടെ. നമ്മൾ മെയിൻലി ഫാബ്രിക്കേഷൻ, അത് അവിടെ ഗേറ്റ് ഗ്രില്ല് എല്ലാം ചെയ്യുന്നുണ്ട്. അതെ. ഓക്കെ. അതിന്റെ കൂടെ നമ്മുടെ സ്റ്റാൻഡുകൾ, കറ മെഷീനുള്ള സ്റ്റാൻഡുകൾ, പിന്നെ കറ മെഷീന്റെ തന്നെ പല ഭാഗങ്ങളല്ലേ. ഇതിപ്പോ എന്തൊക്കെയോട് ചെയ്യണം ജസ്റ്റ് ഒന്ന് കാണിച്ചു. വാക്വം ടാങ്ക് ഇവിടെ ചെയ്യുന്നുണ്ട്. സ്റ്റാൻഡ്, ഡിഷ്, സൈഡ് വരുന്ന ഡിഷ് ഈ ടൈപ്പാണ് വരുന്നത്. യെസ്. അതായത് ഇതാ ഈ കാണുന്ന വാക്വം ടാങ്കിന്റെ സൈഡ് വരുന്ന ഡിഷ് ആണ്. വെറുതെ സാധാ നോർമൽ പ്ലേറ്റ് അല്ല, നമ്മുടെ സിലിണ്ടറിന് വരുന്ന പോലെ ഡിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. കംപ്ലൈന്റ് വരാൻ പാടില്ല. അതെ മെയിൻലി. ശരിക്കും നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ ഒരു ലെയ്ത്ത് സെറ്റപ്പ് ആക്കി. നമുക്ക് വലിയ മെഷീൻ വരുന്ന സ്റ്റാൻഡുകളാണ്. അതെ. ഈ 40 പശുവിനൊക്കെ ബാക്കി അടുത്ത മോഡൽ വരുന്ന എല്ലാ കസ്റ്റമൈസ്ഡാ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. എത്ര വലിയ പമ്പ്, എത്ര 3 HP ഇട്ട് വേണമെങ്കിലും കൊടുക്കാം. 3 ഫേസിൽ വേണമെങ്കിലും കൊടുക്കാം. പമ്പ് സൈസ് കൂടുന്നതനുസരിച്ച് പോലെ അത് ഹെവി ആക്കിയിട്ട് പോയിട്ടേ ഇരിക്കണം. പിന്നെ ഓൾ കേരള നമുക്ക് ഡെലിവറി ഉണ്ട്. അതെ. അതിപ്പോ ഞാൻ ചോദിച്ചോട്ടെ, ഇതിപ്പോ നിങ്ങളുടെ ഐറ്റം തന്നെ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് കാര്യം വരുമ്പോ അതിന് സർവീസ് ഞങ്ങളുടെ ആൾക്കാർ പോയി അവിടെ ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ്. ഓക്കെ. ഇൻസ്റ്റാളേഷൻ ആള് വേണമെങ്കിൽ ചെറിയ മെഷീനൊക്കെ ഇൻസ്റ്റാളേഷൻ ആൾ ആവശ്യമില്ല. അങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ അതിനുള്ള ഇൻസ്റ്റാളേഷന്റെ ലേബർ ചാർജ് മാത്രം കൊടുക്കേണ്ടത്. ചെറിയ മെഷീന് ഫുൾ ഫിറ്റിംഗോടെയാണ് കൊടുക്കുന്നത്. പൈപ്പ് മാത്രം എടുത്ത് കണക്ട് ചെയ്താൽ മതി. നമ്മൾ മാക്സിമം ഫോണിൽ കൂടെ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ സപ്പോസ് അങ്ങനെ നമുക്ക് കമ്പൾസറി ആള് വരണം എന്നുണ്ടെങ്കിൽ ആളിന് ഇവിടെ നിന്ന് പറഞ്ഞു കൊടുക്കും, കുഴപ്പമില്ല. സ്പെയർ ഒക്കെ എങ്ങനെയാ ബ്രോ? എല്ലാ സ്പെയർ ഇവിടെ അവൈലബിൾ ആണ്. മിൽക്കി മെഷീന്റെ എല്ലാ A to Z സ്പെയർ